ബാംഗ്ലൂരിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീധരൻ, ഇതിനൊരു ബാംഗ്ലൂർ കണക്ഷൻ ഉണ്ട്. ബാംഗ്ലൂരിലെ ശ്രീറാംപുര ക്ഷേത്രത്തിൽ എത്തിച്ച് വാതിൽ പൂജ നടത്തിയിരുന്നു. എന്ന് മാത്രമല്ല, ഈ രമേശ് റാവു ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് ഉള്ള ആളാണ്. രമേശും അനന്തസുബ്രഹ്മണ്യനും ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്പോൺസർമാർ. നമുക്കറിയാം, ഈ പാളി കാണിക്ക വെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവർ രണ്ടുപേരുമാണ് സ്പോൺസർഷിപ്പ് നടത്തിയിട്ടുള്ളത്. കർണാടകയിലും തമിഴ്നാട്ടിലുമുള്ള ഭക്തന്മാരെ നല്ല നിലയിൽ പറ്റിച്ചിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് വേണമോ മനസ്സിലാക്കാൻ? ഈ കർണാടക, അതുപോലെ തന്നെ തമിഴ്നാട്, തെലുങ്ക് സംസ്ഥാനങ്ങൾ, ആന്ധ്രയും തെലുങ്കാനയാവട്ടെ, ഇവിടങ്ങളിലുള്ള ഭക്തന്മാർ സ്വാഭാവികമായിട്ട് അവരൊക്കെ ഒരുപക്ഷെ ഒരു ഭക്തൻ പറഞ്ഞനുസരിച്ച് എനിക്കൊരു ബിസിനസ് ഉണ്ടെങ്കിൽ അതിൽ 1-2 പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ 4ാമത് വരുന്ന പാർട്ട്ണർ അയ്യപ്പനാണ്. അതായത് ഒരു ബിസിനസ്സിൽ 3 പാർട്ട്ണർമാരുണ്ടെങ്കിൽ അതിനെ 4ആയി ഭാഗിക്കുന്നു, അതിലൊരു പാർട്ട്ണർ അയ്യപ്പനാക്കി വെക്കുന്നു. അങ്ങനെ ഒരു ലാഭവിഹിതം ശബരിമലയിലേക്ക് നീക്കി വെക്കുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉണ്ട്. വലിയ വലിയ ധനികന്മാരായിട്ടുള്ള ഒരുപാട് അയ്യപ്പ ഭക്തരുണ്ട്. ഇങ്ങനെയുള്ള അയ്യപ്പ ഭക്തർക്കും ശബരിമലയ്ക്കും ഇടയിലുള്ള ഒരു പാലമായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വർത്തിച്ചിരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. രമേശ് റാവുവിനെ ഇന്നലെ വിശദമായി സംസാരിച്ചിരുന്നു. രമേശ് റാവു ബംഗളൂരുവിലെ അറിയപ്പെടുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറും അതുപോലെ തന്നെ ഫിനാൻസ് സ്ഥാപനം നടത്തുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. ഈ രമേശ് റാവുവിനോടും ഇത്തരത്തിൽ വന്നു തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത്. അതായത് ശബരിമലയിൽ ദ്വാരപാലക ശില്പങ്ങൾ അത് സ്വർണം പൊതിയാനുള്ള ഒരു അവസരമുണ്ട്. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അതിലേക്ക് നമുക്കെല്ലാം ചേർന്ന് അത് നൽകാം. അതായത് രമേശ് റാവു, അനന്തസുബ്രഹ്മണ്യം, വിനീത് ജെയിൻ തുടങ്ങിയ ആളുകളെല്ലാം ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ദ്വാരപാലക ശില്പങ്ങൾ, ഈ സ്വർണം പൊതിയാനുള്ള ഒരു അവസരം ഉണ്ണികൃഷ്ണൻ പോറ്റി ഉപയോഗിക്കുന്നത്. രമേശ് റാവു ഇതിനായിട്ട് സ്വർണം നൽകുകയും ചെയ്തു. അദ്ദേഹം എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ ഒരു രൂപ പോലും ഞാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തിട്ടില്ല, സ്വർണവും കൊടുത്തിട്ടില്ല. ഇതെല്ലാം ചെന്നൈയിലുള്ള സ്മാർട്ട് ക്രിയേഷൻസിന് നേരിട്ട് കൊടുക്കുകയാണ് ചെയ്തതെന്നാണ് രമേശ് റാവു പറയുന്നത്.